ഹായ് ഫ്രണ്ട്സ്, SVG's മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിനിമ വേറൊന്നുമല്ല, മലൈക്കോട്ടൈ വാലിബൻ. മലൈക്കോട്ടൈ വാലിബൻ്റെ പ്രതീക്ഷകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മലൈക്കോട്ടൈ വാലിബൻ നാളെ റിലീസാവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് മലൈക്കോട്ടൈ വാലിബൻ്റെ എൻ്റെ പ്രതീക്ഷകൾ എന്നുള്ളതൊക്കെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു SVG's മീഡിയ. അപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടു, അതിനു മുമ്പ് ടീസർ കണ്ടു, അതിനു മുമ്പ് പോസ്റ്റേഴ്സ് കണ്ടു, അതിനു മുമ്പ് ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് കണ്ടു കേട്ടു. അന്ന് തുടങ്ങിയ കാത്തിരിപ്പാണ് ഈ പടത്തിന് വേണ്ടിയിട്ട്. ജനുവരി 25 റിലീസ് ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. റിലീസ് ഡേറ്റ് അറിഞ്ഞതിന് ശേഷം അതാകാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, വല്ലാത്തൊരു ഹൈപ്പിലേക്കാണ് ഈ സിനിമ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സന്തോഷമുണ്ട്, അതിനേക്കാൾ ഉപരി പേടിയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ശ്രീകുമാർ മേനൻ്റെ കഥയൊക്കെ അറിയാമല്ലോ. ഒടിയൻ എന്ന് പറയുന്ന നേരിനേക്കാൾ ഒരു കുഞ്ഞു സിനിമ വലിയൊരു ബലൂൺ പോലെ, ബലൂണല്ലല്ലോ, ഈ ആകാശത്തിങ്ങനെ പറന്ന് നടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ തീയൊക്കെ തുപ്പുന്ന. അപ്പോൾ അങ്ങനെ ഊതി വീർപ്പിച്ച് ഒരു വലിയ കാട്ടൻ സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ ഇറക്കിയിട്ട് അവസാനം അത് കത്തി എരിഞ്ഞ് പൊട്ടി പാളീസായിട്ടുള്ള ഒരു രീതിയിലാണ് ആ പടം വന്നത്. പക്ഷേ നല്ല പടമായിരുന്നു. ചെറിയ രീതിയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വിജയിച്ചേനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ പിന്നീട് വന്ന പടങ്ങളൊക്കെ ഒരു 5-8 പടങ്ങൾ പട്ടക്കെന്നും പറഞ്ഞാണ് പൊട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ പടം അനൗൺസ് ചെയ്യുമ്പോൾ തൊട്ടേ നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയാണ്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്തു വെച്ചേക്കുന്ന ആ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. നമ്മളെന്തുകൊണ്ടാണ് പുള്ളീനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത്? മെഗാസ്റ്റാറുണ്ട്, ജനപ്രിയ നായകന്മാരുണ്ട് ഇവിടെ, പക്ഷേ എല്ലാം തികഞ്ഞ ഒരു നടൻ എന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ലാലേട്ടനെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ആൾ നമ്മുടെ ബ്രാൻഡ് ലാലേട്ടൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. മലൈക്കോട്ടൈ വാലിബനായിട്ട് അവതരിക്കുമ്പോൾ 25-ാം തീയതി തിയേറ്ററുകളിൽ, ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ലാലേട്ടൻ അവതരിപ്പിക്കുമ്പോൾ എന്ത് വിസ്മയമാണ് പുള്ളിക്കാരൻ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ആകാംക്ഷ, വലിയൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. പിന്നെ ലാലേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ LJP ലിജോ ജോസ് പെല്ലിശ്ശേരി. അങ്ങേരുടെ ഒരു ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഡയറക്ഷനാണ്. നമുക്ക് ആരൊന്നും മനസ്സിലാവില്ല. എനിക്ക് ആകെ പുള്ളിയുടെ പടത്തിൽ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അങ്കമാലി ഡയറീസാണ്. അതൊരു ക്ലീഷേ മൂവിയാണ്. പിന്നെ ജല്ലിക്കെട്ടിൻ്റെ ക്ലൈമാക്സ് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതേപോലെ ചുരുളി നല്ല സിനിമയാണ്, നല്ല പടമൊക്കെയാണ്. അവസാനം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പുള്ളിയുടെ ക്ലൈമാക്സ് സീനുകളൊന്നും വലിയ രീതിയിൽ പിടികിട്ടത്തില്ല. അപ്പോൾ പുള്ളി ചിന്തിക്കുന്നത് ഇൻ്റർനാഷണൽ ലെവലിലാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാണ്, പുള്ളിയുടെ പടത്തിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. പുള്ളിയുടെ എന്താ പറയുക, ഷോട്ടുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോട്ടുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനും ഒരു ഫിലിം മേക്കിങ്ങൊക്കെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ആക്ടറെ പുള്ളിയുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ലാലേട്ടനെ വെച്ച് പുള്ളി എന്ത് മാജിക്കാണ് കാണിച്ചേക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രതീക്ഷ തന്നെയുണ്ട്. അതെന്തായാലും ജനുവരി 25-ാം തീയതി എന്ന് വെച്ചാൽ നാളെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കട്ടെ. നല്ല ഹൈപ്പോടു കൂടിയാണ് ഈ സിനിമ വന്നേക്കുന്നത്. വമ്പൻ ഹൈപ്പാണ്. എന്താ പറയുക, ലിജോ ജോസ് പെല്ലിശ്ശേരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിയുടെ ആദ്യത്തെ പടം നായകൻ ഫ്ലോപ്പായിരുന്നു. രണ്ടാമത്തെ പടം സിറ്റി ഓഫ് ഗോഡ്, അത് ഫ്ലോപ്പായിരുന്നു. മൂന്നാമത്തെ പടം ആമേൻ, അതാണ് നമ്മുടെ പെല്ലിശ്ശേരിനെ ഒരു സംവിധായകൻ എന്ന നിലയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് വന്ന ഡബിൾ ബാരൽ ആ പേരെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ അങ്കമാലി ഡയറീസാണ്.
അത് കഴിഞ്ഞിട്ട് വന്നത് ജല്ലിക്കെട്ട്, അങ്ങനെ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ മെഗാസ്റ്റാറിന് വെച്ചെടുത്ത നൻപകൽ നേരത്ത് മയക്കം, കിടുക്കൻ ക്ലാസിക്കൽ പടമായിരുന്നു. അതിനൊക്കെ ശേഷം 2024 നമ്മുടെ ലാലേട്ടനുമായിട്ട് എത്തിയിരിക്കുകയാണ് മലൈക്കോട്ടൈ വാലിബൻ. ഈ സിനിമയുടെ 2 പ്രധാനപ്പെട്ട പ്രതീക്ഷകളാണ് ലാലേട്ടൻ, LJP. ഇവർ തമ്മിൽ ചേരുമ്പോൾ എന്തായിരിക്കും, ഇതറിയാൻ വേണ്ടിയിട്ടാണ് ജാനുവരി 25-ാം തീയതി എല്ലാവരും തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും നാളെ തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. അപ്പോൾ ഞാനൊരു റിവ്യൂവറൊന്നുമല്ല, ഈ സിനിമയെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, എൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്ന ഒരാൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ പടത്തിൽ കുറേ പ്രതീക്ഷകൾ തരാൻ പറ്റിയ ഘടകങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിൽസ്, അതേപോലെ ഇതിൻ്റെ മ്യൂസിക്. അപ്പോൾ അത് അങ്ങനെയുള്ള കുറേ ടെക്നിക്കൽ വശങ്ങളൊക്കെ കൂടി ഈ സിനിമയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നുണ്ട്, നമുക്ക് പ്രതീക്ഷകൾ തരുന്നുണ്ട്. എല്ലാം നന്നായിട്ട് ഭവിക്കട്ടെ, എല്ലാം പോസിറ്റീവായിട്ടിരിക്കട്ടെ. മലൈക്കോട്ടെ വാലിബൻ ലാലേട്ടൻ്റെ വലിയൊരു അവതാരമായി മാറട്ടെ. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ പാർக்கலாம். അപ്പോൾ എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ ഒരു ദിവസം നേർന്നുകൊണ്ട് ബൈ.